ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ, വീഡിയോ അപ്ലോഡ് ചെയ്യാം, അതിന് എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും ചാനലൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇല്ലാതെ ഇരിക്കുന്ന ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയാതിരിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കുമല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് നമ്മൾ ആദ്യം ഒരു ജിമെയിൽ ID ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. ആദ്യം എങ്ങനെയാണ് ജിമെയിൽ ID ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് ജിമെയിലിൽ പോയിട്ട് ഇടതുവശത്തായിട്ട് കാണുന്ന ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് എന്ന താഴെ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ആഡ് അക്കൗണ്ട് എന്ന് നമുക്ക് കാണാം. ആഡ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന ഓപ്ഷനിൽ നിന്ന് നമ്മൾ ഗൂഗിൾ സെലക്ട് ചെയ്യുക. അപ്പം നമുക്ക് ജിമെയിൽ ID ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ വരും കേട്ടോ. ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോർ മൈ പേഴ്സണൽ യൂസ്, ഫോർ വർക്ക് ഓർ മൈ ബിസിനസ് രണ്ടെണ്ണം കാണിക്കുക. അതിൽ ഏതാണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. പിന്നീട് വരുന്ന പേജിൽ നമ്മൾ ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സർനെയിം ഓപ്ഷനിലാണ്, അത് നമുക്ക് ടൈപ്പ് ചെയ്യണം നിർബന്ധമില്ല. അതിനുശേഷം വീണ്ടും നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു പേജ് വരുന്നതായിരിക്കും. അവിടെ നമ്മൾ നമ്മുടെ ജനന തീയതി, മാസം, വർഷം, അതുപോലെ തന്നെ ജെൻഡർ ഇതൊക്കെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. പിന്നീട് നമ്മളൊരു ജിമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ അടിച്ചു കൊടുക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ ജിമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം സ്ട്രോങ് ആയിട്ടൊരു പാസ്വേഡ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊരു പാസ്വേഡ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏകദേശം നമ്മുടെ ജിമെയിൽ ID ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അവരുടെ പ്രൈവസി പോളിസി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കൊടുത്താൽ അത് വരും. അവിടെ വീണ്ടും നമ്മളത് എഗ്രി ചെയ്ത് കൊടുക്കുക. ആ എഗ്രി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ജിമെയിൽ ID ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് നമുക്കിനി ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അതിനായിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. താഴെയായിട്ട് കാണുന്ന യു എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മുകളിലായിട്ട് കാണുന്ന അക്കൗണ്ട്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ജിമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതിലാണ് നമ്മൾ ഒരു ചാനൽ തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു ചാനലുണ്ട്. എൻ്റെ രണ്ടാമത്തെ ചാനലില്ലാത്ത ആ ജിമെയിൽ ID ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് അവിടെ ഇപ്പം യൂട്യൂബിൽ നമ്മളൊന്നും കാണാത്തത് കൊണ്ട്, ആ ഒരു ID യിൽ നമ്മളൊന്നും കാണാത്തത് കൊണ്ട് അവിടെ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് യൂട്യൂബ് എന്ന് ജസ്റ്റ് സെർച്ചിങ് ടാബിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് വീഡിയോസൊക്കെ വരും കേട്ടോ. അതിനുശേഷം വീണ്ടും നമ്മൾ ആ യു എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് ക്രിയേറ്റ് ചാനൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് നെയിം ചേഞ്ച് ചെയ്യാം, ഹാൻഡിൽ ചേഞ്ച് ചെയ്യാം, അതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പിക്ചർ കൊടുക്കാം. അവിടെ ആ ക്യാമറയുടെ ചിഹ്നത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഫോൺ ഗാലറിയിലേക്ക് പോകും. ആ ഗാലറിയിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളൊരു പിക്ചർ സെലക്ട് ചെയ്തിട്ട് അവിടെ കൊടുക്കാം കേട്ടോ. അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ക്രിയേറ്റ് ചാനൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ചാനൽ കാണാനായിട്ട് ഇനി നമ്മൾ യു എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ വ്യൂ എ ചാനൽ എന്ന് കാണാം കേട്ടോ. അപ്പോൾ വ്യൂ എ ചാനലിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ക്രിയേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ വ്യൂ ചാനൽ എന്ന് കാണിക്കുന്നത്, അല്ലെങ്കിൽ ക്രിയേറ്റ് എന്നാണ് കേട്ടോ കാണിക്കുക. അപ്പോൾ അവിടെയാണെങ്കിൽ അതാ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ചാനലിലെ അനലിറ്റിക്സ് നോക്കാൻ, ചാനലിൻ്റെ എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യാൻ, വീണ്ടും ആ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ തന്നെ നെയിം മാറ്റാൻ, ഹാൻഡിൽ മാറ്റാൻ, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ, അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് വീണ്ടും സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചാനലിലെ വീഡിയോസും ഷോർട്സൊക്കെ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അതിനായിട്ട് ക്രിയേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ 4 ഓപ്ഷൻസ് കാണാം കേട്ടോ. വീഡിയോ, ഷോർട്ട്, ലൈവ്, പോസ്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കൂടുതലായിട്ടും ഷോർട്സ് ആണല്ലോ ഇടുക. അപ്പോൾ 1, 2, 3 ഷോർട്സ് ഒക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ലോങ് വീഡിയോസ് ഇടുക. അപ്പോൾ നമ്മൾ ഷോർട്സ് ഇവിടെ തിരഞ്ഞെടുത്തിട്ട് ആഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിലേക്ക് പോകും കേട്ടോ. അവിടെ നിന്ന് നമ്മൾ മുന്നേ എടുത്ത് വെച്ച വീഡിയോസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡൺ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോ ഇവിടെ വരും. അവിടെ വലതുഭാഗത്തായിട്ട് വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫിൽറ്റർ, എഫക്റ്റ്, വോയിസ് ഓവർ കാര്യങ്ങൾ, അതുപോലെ തന്നെ മുകളിലായിട്ട് നമുക്ക് മ്യൂസിക് കൊടുക്കാം. നമ്മൾ ഷോർട്സിന് മാത്രമാണ് കേട്ടോ നമുക്ക് മ്യൂസിക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ലോങ് വീഡിയോസിന് നമ്മൾ മ്യൂസിക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കോപ്പിറൈറ്റ് കിട്ടാത്ത മ്യൂസിക്കാണ് കേട്ടോ കൊടുക്കേണ്ടത്. അപ്പോൾ ഷോർട്സിന് നമുക്ക് ഏതുവിധം മ്യൂസിക് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മലയാളം സോങ്സ് എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ഒരുപാട് സോങ്സ് വന്നിട്ടോ. എന്നൊന്ന് ഞാൻ സെലക്ട് ചെയ്തു. പിന്നീട് ഞാൻ ഫിൽറ്റർ കൊടുക്കാൻ കേട്ടോ. ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളൊരു ഫിൽറ്റർ കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ ടിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫിൽറ്ററും നമ്മുടെ ആ ഷോട്ടിൽ ആഡാവും. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. പിന്നീട് മുകളിലായിട്ട് കാണുന്ന ആ പെൻസിൽ ചിഹ്നത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്സ് എല്ലാവരും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലായിട്ട് നമുക്ക് ഏതൊരു ഭാഗം വരണം എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ടിക്കിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ടൈറ്റിലിൽ നിന്ന് കാണുന്നിടത്ത് നമുക്ക് എന്തൊക്കെയാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്, നമ്മുടെ ഷോർട്സിന് ഇംപ്രഷൻ വരാനായിട്ടുള്ള എന്തെങ്കിലും വാക്കുകൾ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അപ്ലോഡ് ഷോർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്സ് അവിടെ അപ്ലോഡ്
അപ്ലോഡ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ലോങ് വീഡിയോ ആണെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്തിട്ട് നമ്മളെ ഗാലറിയിൽ നിന്നും നമ്മൾ എടുത്തു വെച്ച ഒരു വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. ഇതുപോലെ തന്നെ ആ പെൻസിൽ ചിഹ്നത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ തംബ്നെയിൽ കൊടുക്കുന്നത് കേട്ടോ വീഡിയോയ്ക്ക്. അതുപോലെ തന്നെ താഴെയായിട്ട് നമ്മളെ വീഡിയോ പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓഡിയൻസ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനെല്ലാം ശേഷം നമ്മൾ അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ, നമ്മൾ ഷോർട്സാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കേണ്ടത്. ലോങ് വീഡിയോ ആണെങ്കിൽ നമ്മൾ ഫോൺ ഈ രീതിക്ക് പിടിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്കും ഷോർട്സിനൊക്കെ അതിൻ്റേതായ ഒരു ഭംഗി കിട്ടുള്ളൂ കേട്ടോ. ഇനി ചാനലിന് കുറച്ച് സെറ്റിങ്സുകളും കൂടി ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. അതിനായിട്ട് നമ്മൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഈ YT സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട് കേട്ടോ. അതിലാണ് കേട്ടോ നമ്മൾ ചാനലിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് studio.youtube.com ലോഗിൻ ചെയ്യുക കേട്ടോ. വലതുഭാഗത്തുള്ള ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പ് സൈറ്റിലാക്കി മാറ്റണം കേട്ടോ. അങ്ങനെ നമ്മളൊരു കമ്പ്യൂട്ടർ വേർഷനിലാക്കി മാറ്റുകയാണ്. അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ഗൂഗിളിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വന്നു. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കാണുന്ന പേജ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് ചാനലിന് വേണ്ടിയിട്ടുള്ള ബാനർ, ഇമേജ്, പിക്ചർ കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനാണ് കേട്ടോ. അതുപോലെ തന്നെ താഴെയായിട്ട് നെയിം, നമ്മുടെ ചാനലിൻ്റെ നെയിം എന്താണോ അത് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വീണ്ടും താഴെയായിട്ട് ഡിസ്ക്രിപ്ഷൻ കാണുന്നുണ്ട്. അവിടെ നമുക്ക് വേണ്ട ചാനലിന് വേണ്ട എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും കൊടുക്കാം. താഴെയായിട്ട് ചാനലിൻ്റെ URL കാണുന്നുണ്ട്. അതുപോലെ തന്നെ കോണ്ടാക്റ്റ് ഇൻഫോ കാണുന്നുണ്ട്. അവിടെ നമ്മളെ ഇമെയിൽ അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ നമ്മുടെ ചാനലിൻ്റേതല്ലാത്ത ഇമെയിൽ അഡ്രസ്സ് അവിടെ കൊടുക്കാം. അതുപോലെ തന്നെ വീഡിയോയുടെ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ വാട്ടർ മാർക്ക്, എന്തെങ്കിലും നമ്മളെ വീഡിയോസിന് ചിലരുടെയൊക്കെ വീഡിയോസിൽ കണ്ടിട്ടില്ലേ എന്തെങ്കിലുമൊക്കെ എഴുത്തുകൾ, അത് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷമായിട്ട് താഴെയായിട്ട് കാണുന്ന സെറ്റിങ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനിയും നമുക്ക് സെറ്റിങ്സുകൾ ചെയ്ത് കൊടുക്കാനുണ്ട്. ആ ചാനൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ മുകളിലായിട്ട് ബേസിക് ഇൻഫോ എന്ന് കാണുന്നുണ്ട് കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ താഴെയായിട്ട് കൺട്രി ഓഫ് റെസിഡൻസ് എന്ന് കാണാം കേട്ടോ. അവിടെ നമ്മൾ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക. താഴെയായിട്ട് കീവേഡ്സുകൾ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഏത് തരം വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കീവേഡ്സുകൾ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നമ്മൾ നമ്മുടെ ചാനലിൽ പിന്നീട് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ചാനൽ പെട്ടെന്ന് സെർച്ചിൽ വരാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പ്രയോജനപ്പെടും കേട്ടോ. ബേസിക് ഇൻഫോ കൊടുത്തതിന് ശേഷം അടുത്തത് അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ ഡു യു വാണ്ട് ടു സെറ്റ് യുവർ ചാനൽ ആസ് മെയ്ഡ് ഫോർ കിഡ്സ് ആണ് കേട്ടോ ചോദിക്കുന്നത്. അതായത് നമ്മൾ ഈ ചാനൽ കിഡ്സിന് വേണ്ടിയിട്ടാണോ അതോ എല്ലാവർക്കും കാണാനുള്ള വീഡിയോസാണോ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതിൽ ലാസ്റ്റ് ഐ വാണ്ട് ടു റിവ്യൂ ദീസ് സെറ്റിങ്സ് ഫോർ എവരി വീഡിയോ എന്നുള്ളതാണ് കേട്ടോ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ മൂന്നാമത്തെ ഫ്യൂച്ചർ എലിജിബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ ഇവിടെ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് എനേബിൾ ചെയ്തിട്ട് കിടക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇൻ്റർമീഡിയറ്റ് ഫീച്ചേഴ്സാണ് കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ നമ്മുടെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യണം കേട്ടോ. അതിനായിട്ട് വെരിഫൈ ഫോൺ നമ്പർ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നേരെ നമ്മൾ മറ്റൊരു പേജിലേക്ക് പോകും കേട്ടോ. ഈ ഒരു പേജിൽ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. ആ 6 ഡിജിറ്റ് വെരിഫിക്കേഷൻ കോഡ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നമ്പർ വെരിഫൈഡ് ആയി എന്നുള്ളൊരു ടിക്ക് മാർക്കോട് കൂടിയിട്ടുള്ളൊരു മെസ്സേജ് നമുക്ക് വരും. ഇനിയും നമുക്കൊരു ഫീച്ചറും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിൽ ആക്സസ് ഫീച്ചേഴ്സ് എന്ന് കാണാം. അത് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പേജ് വരും കേട്ടോ. അതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏത് വഴി വേണമെങ്കിലും ID വെരിഫിക്കേഷൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സൂട്ടബിളായിട്ട് തോന്നുന്ന ഒരു ഇത് നമ്മൾ തിരഞ്ഞെടുക്കുക. ഞാൻ രണ്ടാമത്തെ തിരഞ്ഞെടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ ഏതെങ്കിലും ഒരു ID വെച്ചിട്ട് വെരിഫിക്കേഷൻ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് അവർ Gmail അയക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഡൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ വേഗം നമ്മുടെ Gmail പോയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ അവർ അയച്ച മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ടാവും. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കവിടെ സ്റ്റാർട്ട് വെരിഫിക്കേഷൻ എന്ന് കാണും കേട്ടോ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾക്കിത് 2 കാര്യങ്ങൾ അവിടെ കൊടുക്കാനായിട്ടുണ്ട്. അപ്പം നമ്മൾ നെക്സ്റ്റ് കൊടുത്തിട്ട് പോവുക. ഞാനിവിടെ ഓർഡർ കാർഡാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ വരുന്ന പേജിന് താഴെയായിട്ട് ഐ എഗ്രി എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നമ്മുടെ ID
കൊടുക്കാനായിട്ട് അവിടെ ഒരു കള്ളി നമുക്ക് കാണിക്കുന്നുണ്ട് ക്യാമറ. അപ്പോൾ അതിന് താഴെയായിട്ട് നമ്മൾ നമ്മുടെ ID ചേർത്ത് വെച്ച് പിടിക്കുക. അപ്പോൾ നമുക്കത് കറക്റ്റ് ആവുന്ന സമയത്ത് നമുക്കത് നമ്മൾ ആ ബ്ലൂ ടിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആവും. നമുക്ക് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യേണ്ടി വരും ചിലപ്പോൾ. എന്നിട്ട് സക്സസ് ആയതിനു ശേഷം പിന്നീട് വരുന്ന പേജിൽ നമ്മൾ നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. വീണ്ടും നമ്മൾ ബാക്കിലോട്ട് വന്നിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റായോ എന്ന് അറിയാനായിട്ട് വീണ്ടും നമ്മുടെ മുന്നത്തെ പേജ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അവിടെയാണെങ്കിൽ പെൻഡിങ് എന്ന് കാണിക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് 2 ദിവസത്തിന് ശേഷമൊക്കെയാണ് കേട്ടോ എനാബിൾ ആവുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കത് പെൻഡിങ്ങിലാണ് കാണിക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം താഴെയായിട്ട് കാണുന്ന സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്ത എല്ലാ സെറ്റിങ്സുകളും സേവ് ആവുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ YT സ്റ്റുഡിയോയിലെ ചാനലിൻ്റെ സെറ്റിങ്സ് ഇത്രയാണ്. ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ചാനലില്ലാത്തവരൊക്കെ വേഗം പോയി ചാനൽ തുടങ്ങിക്കോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്